ചിലർ നമ്മളെ വിട്ട് പിരിഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് അവരുമായി പഴയ ബന്ധമൊന്നുമില്ലെങ്കിലും നമുക്ക് എപ്പോഴും അവർ നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയായിരിക്കും. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു ജീവിതമാണ് ഹരിതയ്ക്കും വിനായകനും മുന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഹരിതയ്ക്കും വിനായകനും വേർപിരിയണമെന്നുള്ള തീരുമാനം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ അവരുടെ സൗഹൃദം അവർക്കൊരിക്കലും കളയാൻ ആഗ്രഹമില്ല. നല്ല പ്രണയിതാക്കളാകുന്നതിന് മുൻപേ, നല്ല ഭാര്യയും ഭർത്താവും ആകുന്നതിന് മുൻപേ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആദ്യം പൂവിട്ട ആ സൗഹൃദം അതവർക്ക് നിലനിർത്തണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ വേർപിരിയൽ ഇത്രയുമധികം സൗഹൃദപരമായി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ഇതുതന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. കൃത്യമായ വാക്കുകൾ വളരെയധികം തന്നെ സൂക്ഷ്മമായി സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം കൃത്യമായി തന്നെ പറയുന്ന ഒരു വാക്കായി മാറുകയാണിത്. ആരാധകരുടെ അടുത്ത് ഞങ്ങളുടെ സൗഹൃദം ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വല്ല ഇൻ്റർവ്യൂകളിലോ വന്ന് പരസ്പരം കുറ്റം പറയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. സൗഹൃദപരമായാണ് ഞങ്ങൾ വേർപിരിഞ്ഞത് എന്ന് പറയുന്ന പല താരങ്ങളും പിന്നീട് ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പരസ്പരം ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ തന്നെ മോശമായി പറയുക, ഇത്തരത്തിലൊക്കെ തന്നെ മുൻപും കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്നെയും അധികം മുന്നോട്ട് പോകാത്ത ബന്ധങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാകുന്നു. അവരുടെ ബന്ധത്തിലെ വിള്ളലുകൾ അവരുടെ സൗഹൃദത്തിലും പാലിക്കാറും അതുപോലെ ബാധിക്കാറുമുണ്ട്. ഇപ്പോൾ അത്തരത്തിലായിരിക്കുമോ വിനായകൻ്റെയും ഹരിതയുടെയും ജീവിതമെന്നാണ് എല്ലാവരുടെയും സംശയം. എന്നാൽ അവർക്ക് പരസ്പരം അവരില്ലാതെ ജീവിക്കാനാകില്ല. എന്നാൽ അവരൊരു വിവാഹത്തിലേക്ക് അത് എത്തിച്ചപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനുമാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും സംഭവിച്ചൊരു കാര്യം. അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും അത് മനസ്സിലാക്കി തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയുകയും ചെയ്യാം. സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി മനസ്സിലാകുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നുണ്ട്. ഹരിതയും വിനായകും എന്ത് തന്നെയാണോ ഉദ്ദേശിച്ചത് അത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു. നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങൾക്കും ഞങ്ങളും ഒപ്പമുണ്ട്. ഞങ്ങൾ കൂടെ ഇല്ല എന്ന് കരുതരുത്. ഞങ്ങൾ ഒപ്പമുണ്ട് എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം എന്ന് തന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തിൽ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് പ്രീതി കിട്ടുന്നുണ്ട് എന്ന് തന്നെ കൃത്യമായി പറയുക. കാരണം ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു വേർപിരിയൽ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ സാധാരണ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത്തവണ വിമർശനങ്ങളൊന്നും ഇവരെ ബാധിക്കുകയും ചെയ്തിട്ടില്ല. ഇവരെ ആരാധകരൊന്നും പറഞ്ഞിട്ടുമില്ല. അതുതന്നെയാണ് ഇവരുടെ ഈ വാർത്ത ആരാധകർ ഏറ്റെടുത്തുവെന്നും അവരുടെ പേഴ്സണൽ ലൈഫിനെ മാനിച്ചുകൊണ്ട് തന്നെയാണ് അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പറയുന്നത്. പ്രേക്ഷകരും അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കൃത്യമായി പറയുകയും ചെയ്യാം. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി ഇത് മാറുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.